ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ ലോലിപോപ്പാണ്. ചിക്കൻ ലോലിപോപ്പ് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് അല്ലേ. ഇത് കുറച്ച് സോസസൊക്കെ ചേർത്ത്, ഷെസ്വാൻ സോസൊക്കെ ചേർത്ത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ലോലിപോപ്പാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മാജിക് പാൻ ഉണ്ട് അല്ലേ. അപ്പോൾ അത് നല്ല എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുള്ളവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ലോലിപോപ്പ് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് വാങ്ങിയതാണ്, 1/2 കിലോൻ്റെ പാക്കറ്റാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂൺ വിനീഗർ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഫസ്റ്റ് മാരിനേഷനാണ്. അപ്പോൾ മുളക് പൊടി, സോസ്, ഉപ്പ് എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത്. ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ആദ്യം ഇത് കൊടുത്തതിന് ശേഷം വേണം അടുത്തത്. അപ്പോൾ നമ്മളിനി അടുത്തത് സെക്കൻഡ് മാരിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വീണ്ടും ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദ. നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. ഇനി ഒരു മുട്ട, കുറച്ചൊരു 1 പിഞ്ച് സോൾട്ട് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു കോട്ടിങ് വരും. എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാജിക് പാനിൽ P5 ഇട്ടിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ പാനിൽ നമ്മൾ സാധാരണ സ്റ്റവിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊന്നിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതൊന്ന് ആ ഒരു കോട്ടിങ് ഇങ്ങനെ ഒരു ബോളായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒന്നിങ്ങനെ പിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം അതിലേക്കിടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കുക്കാവും. ഓക്കെ, ലോലിപോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും അത് ചെയ്യും. അടിയിലൊരു ബോളായിട്ട്, അല്ലെങ്കിൽ അമർന്നു പോവില്ലേ, അതിനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഈ മാജിക് പാൻ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയപ്പോൾ, ഈ മാജിക് പാൻ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തത്. ഇനി വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. മാജിക് പാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. നിക്ഷ ഇലക്ട്രോണിക്സിലെ നമ്പറാണ്. അവർ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കുറേ പേരിപ്പോൾ വാങ്ങി എന്ന് പറഞ്ഞു, എൻക്വയറി ഉണ്ടായിരുന്നു. കുറേ പേർക്ക് അയച്ചു കൊടുത്തു. എത്ര ദൂരെയാണെങ്കിലും ഇവർ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു റൈസ് ഉണ്ടാക്കാനൊരു പാത്രം, ദോശ ഉണ്ടാക്കാനൊരു പാത്രം, ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു പാത്രം അല്ലേ, ബിരിയാണി ഉണ്ടാക്കാനൊരു പാത്രം. പക്ഷേ ഇത് മാജിക് പാൻ ശരിക്കും യൂസ്ഫുള്ളാണ്. ഇതെല്ലാം ഒന്ന് മറിച്ചിടാം. നല്ല ഫ്രൈ ആയിട്ട് നല്ല കോട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്നായതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനിവിടെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, P1 ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഞാനിത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടിയ തീയിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. കാരണം എന്താ വെച്ചാൽ അത് മാജിക് പാൻ്റെ കാര്യമല്ല, നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ എടുക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈഡ് സാധനങ്ങളെല്ലാം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ P5 ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കങ്ങ് കോരിയെടുക്കാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല കോട്ടിങ്ങൊക്കെ ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിരുന്നു. നമ്മളിനി ഇതിനൊരു ചെറിയൊരു സോസ് ഉണ്ടാക്കണം. അതിലിട്ടിട്ട് എടുക്കാം.
നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ ശരിക്കും ഓയിലും കുറവാണ്. ഓയിൽ കുറച്ചിട്ട് ചെയ്യാൻ പറ്റും, നമ്മളെ ഇഷ്ടം പോലെ. ഇപ്പോൾ എല്ലാവരും ഓയിൽ ഫ്രീ കുക്കിംഗ് അല്ലേ ഇഷ്ടമാണ്, അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെറിയൊരു ഫാമിലിക്കൊക്കെ ഈ ഒരു ഇത് വാങ്ങുകയാണെങ്കിലേ നല്ലതാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ബാച്ചിലേഴ്സിൻ്റെ കാര്യം, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ലതാണെന്ന്. അതങ്ങനെയാണ്. അതിൻ്റെ പുറമെ നമുക്ക് ഫാമിലിയിൽ വാങ്ങിയാലും നല്ലതാണ്. ഇത് നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനൊരു സോസിൽ ഇട്ടിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ ചെറുതാക്കി മുറിച്ചിട്ടുള്ള സവാള. ഇപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ആയിട്ടുണ്ട്. സവാളയൊക്കെ ഒന്നുകൂടെ ചെറുതാക്കിയൊക്കെ മുറിക്കുകയാണ്. ഞാൻ തീ കുറയ്ക്കുകയാണ്, തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഓരോ സോസസായിട്ട് ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ വിനീഗർ. നമ്മൾ കുറേ സോസസൊക്കെ ചേർത്താണ്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗർ. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ. ഇതിലേക്ക് ഞാനൊരു കോൺഫ്ലവർ മിക്സ് ചേർക്കാം. നമുക്കൊരു തിക്നെസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതൊരു 3/4 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്, കട്ടയില്ലാതെ കലക്കിയതാണ്. അപ്പോൾ അത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സായി അതൊന്നിങ്ങനെ തിളയ്ക്കുമ്പോഴേക്കേ അതൊന്ന് കുറുകി വരുവേ. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുള്ള തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ സ്റ്റവിൽ ചെയ്യുന്ന പോലെ തന്നെ തീ കൂട്ടുക കുറയ്ക്കുകയെല്ലാം ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് സ്റ്റവിൽ മാജിക് പാൻ ഇല്ലെങ്കിൽ സ്റ്റവിലും ചെയ്യാവുന്നതാണ്. പക്ഷെ അത് നല്ല ഈസി ആയിട്ട് മാജിക് പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിലുണ്ടാകുന്നത്. ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനൊന്ന് തീ കുറയ്ക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. നമുക്ക് പിന്നെ അതിൻ്റെ കറണ്ട് കൺസംഷൻ വളരെ കുറവാണ്. മാജിക് പാൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 2300-2500 ഓഫർ പ്രൈസാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും ഒരു സെറാമിക് ബൗളാണ്, അതുകൊണ്ട് തന്നെ അതിൽ നോൺ സ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ വുഡൻ സ്പാച്ചുല വേണം യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ മെറ്റലിൻ്റെ ഒന്നും യൂസ് ചെയ്തേക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് അങ്ങ് നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ചിക്കൻ ലോലിപോപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയെല്ലാം ഈ ലോലിപോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. കോരിയെടുക്കാം. ഇത് ഇത്ര തിക്കാവാതെ ഇതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ഗ്രേവി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഈ സോസ് ഇല്ലാതെ നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ട് വേണമെങ്കിലും. സ്പൈസി ആയിട്ടുള്ള ശരിക്കും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നല്ല കറക്റ്റാണ് റെസിപ്പി, കറക്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്യണേ. പിന്നെ മാജിക് പാനിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. മാജിക് പാൻ നമുക്ക് ഞാൻ ഓയിലൊക്കെ ഉണ്ടാക്കി ഞാൻ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കഴുകണം. കഴുകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നമ്മൾ സോപ്പിട്ട് നമ്മൾ സാധാരണ കമ്പീൻ്റെ ഒരു സ്ക്രബ്ബർ അല്ലാത്ത ഒരു ഗ്രീൻ കളറുള്ള സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് സെറാമിക് ആയതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് കഴുകുന്നത്. തുടക്കി സോപ്പൊക്കെ ഇട്ട് നമുക്ക് ശരിക്കും കഴുകാം. എന്നിട്ട് വെള്ളം നിറച്ചിട്ട് ശരിക്കും ഇങ്ങനെ കളയാം. ഈ പൈപ്പ് ഈ ഭാഗമൊക്കെ ഇതാക്കും, പൈപ്പ് ഓഫാക്കണം. ഇവിടെ കവേർഡ് ആണെങ്കിൽ പോലും പൈപ്പിൻ്റെ ചോട്ടിൽ കാണിക്കരുത്. ഇവിടെ നന്നായിട്ട് കഴുകാം. നല്ല സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറേ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ മൈക്രോവേവിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.
ലോലിപോപ്പ് സൂപ്പറാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.